അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇഹ്റാമിൻ്റെ തുണി കഫൻ പുടവയായി ഉപയോഗിക്കുന്നതിന് ആളുകൾ സൂക്ഷിച്ചു വെക്കുന്നത് കാണാം. അങ്ങനെ ചെയ്യുന്നതിൽ വല്ല പ്രത്യേകതയുമുണ്ടോ എന്ന ചോദ്യം. ഇതൊക്കെ നമ്മുടെ നിയ്യത്തനുസരിച്ചാണ്. നമ്മുടെ നിയ്യത്തും അതുപോലെ ഉദ്ദേശവും അനുസരിച്ചിരിക്കും. അതൊരു ബറക്കത്തെടുക്കലാണല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബറക്കത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഖൈർ ഉദ്ദേശിക്കുക, ഖൈർ കിട്ടണം, നന്മ കിട്ടണം, എന്തെങ്കിലുമൊക്കെ പുണ്യം കിട്ടണം എന്ന് ഉദ്ദേശിക്കുന്നതിനാണ് ബറക്കത്തെടുക്കുക എന്ന് പറയുന്നത്. അത് പരിശുദ്ധ ഇസ്ലാം അനുവദിച്ച കാര്യമാണല്ലോ. പിന്നെ കഫൻ തുണി സാധാരണ ചെയ്യാറുള്ളത് ഈ ഇഹ്റാമിലായി ഉപയോഗിച്ച തുണി സംസമിൽ മുക്കി അല്ലെങ്കിൽ സംസം കൊണ്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി സൂക്ഷിച്ച് വെക്കാറാണ് ചെയ്യാറ്. അത് വലിയ ബറക്കത്തുള്ളതാണ്. അവിടെയും നമ്മുടെ നിയ്യത്ത് പോലെ മുമ്പ് സംസമിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സംസമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തിരുനബി സല്ലല്ലാഹു അലൈഹി ആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങളുടെ തുപ്പ് നീരിൻ്റെ അംശം, പരിശുദ്ധമായ അവിടുത്തെ തുപ്പ് നീരിൻ്റെ അംശം സംസമിൽ അവിടുന്ന് കലർത്തിയിട്ടുണ്ട്. അവിടുന്ന് സംസം കുടിച്ച് ബാക്കിയുള്ള വെള്ളത്തിലേക്ക് നബി തങ്ങളുടെ തുപ്പ് നീര് കലർത്തുകയും ആ വെള്ളം നബി തങ്ങൾ തന്നെ സംസമിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അവിടുത്തെ പ്രവൃത്തിയാണ്. എന്താ അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്? നബി തങ്ങളുടെ തുപ്പ് നീര് കലർത്തിയതിനു ശേഷം ആ വെള്ളം സംസമിലേക്ക് ഒഴിച്ചു. മാഷാ അല്ലാഹ്. അപ്പോൾ അതൊരു വലിയ തൻ്റെ ഉമ്മത്തിന് എങ്ങനെയെങ്കിലും എൻ്റെ ഒരംശം അവരുടെ ശരീരത്തിലെത്തിയിട്ട് അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന ഹബീബിൻ്റെ വല്ലാത്തൊരു ചിന്തയാണ് സ്വല്ലല്ലാഹു അലൈഹി ആലിഹി വസല്ലം. അപ്പോൾ ആ ബറക്കത്ത് ഉദ്ദേശിക്കുന്നവർക്ക് സംസമിൽ നിന്നത് കിട്ടും. അത് വേണമെന്ന് ഉദ്ദേശിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തുപ്പുനീരിൻ്റെ അംശം ഈ സംസമിലുണ്ടല്ലോ, ഞാനതുകൊണ്ട് എൻ്റെ ഇഹ്റാമിൻ്റെ തുണി കഴുകി വൃത്തിയാക്കി അതിനെ അല്ലെങ്കിൽ സംസമിൽ മുക്കി അത് ഉണക്കി അതിനെ സൂക്ഷിച്ചു വെക്കട്ടെ, എന്നിട്ട് മക്കളോടോ ഭാര്യയോടോ ഭർത്താവിനോടോ ഒക്കെ വസിയത്ത് ചെയ്യുക, ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ ശരീരം തട്ടുന്ന കഫൻ തുണി ഇതാക്കണം. അവരുടെ നിയ്യത്തെന്താ? ആ ഹബീബിൻ്റെ തുപ്പുനീരിൻ്റെ അംശമുള്ള സംസം കൊണ്ട് കഴുകിയ ആ വസ്ത്രം എൻ്റെ ശരീരത്തിൽ തട്ടി നിന്നാൽ ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നുമൊക്കെ എനിക്ക് മോചനം ലഭിക്കും, എനിക്ക് ശിക്ഷ വരില്ല എന്നല്ലേ. അത് പൂർത്തിയാവും ഇതിനില്ല. അപ്പം അത് ബറക്കത്താണ് അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുമാണ്. നമ്മുടെ ഇസ്രാഇൻ്റെ സംഭവത്തിൽ ഈദ് മുബാറക്. പിന്നെ ഇസ്രാ മിറാജിൻ്റെ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കത്തിൽ നിന്ന് മദീന വഴിയാണ് പോയത്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഇറങ്ങി നിസ്കരിക്കണം. മദീനത്തെത്തിയപ്പോൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. കുറച്ചങ്ങോട്ട് പോയപ്പോൾ തൂരി സൈന എന്ന് പറയുന്ന ആ പർവ്വതത്തിൻ്റെ അടുക്കൽ നിസ്കരിക്കണം എന്ന് പറഞ്ഞു. എന്താ അവിടുത്തെ പ്രത്യേകത? ഹൈസു കല്ലമല്ലാഹു അസ്സ വജല്ല മൂസ അലൈഹിസ്സലാം. മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുമായി സംസാരിച്ച ഇടമാണ്. നോക്കണം, ആ ഇടത്തിനൊരു ബറക്കത്തുണ്ട്. അതിനുശേഷം എത്രയോ മഴയൊക്കെ പെയ്തു പോയിട്ടുണ്ടാവും, എന്നാൽ പോലും ആ സ്ഥലത്തിനൊരു ബറക്കത്തുണ്ട്. അവിടെയാണ് നിസ്കരിപ്പിച്ചത്. പിന്നെ ബൈത്തുൽ അഹ്മിൽ നിസ്കരിപ്പിച്ചു ജിബ്രീൽ അലൈഹിസ്സലാം. എന്താ കാരണം പറഞ്ഞത്? ഹൈസു വുലിദ ഈസ അലൈഹിസ്സലാം. അവിടെയാണ് ഈസാ നബി ജനിച്ചത്. മാഷാ അല്ലാഹ്. ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ആരെക്കൊണ്ട്? ലോകത്തിൻ്റെ മാതൃകയും നേതാവുമായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച സ്ഥലത്ത് നിസ്കരിപ്പിച്ച്. അത് ബറക്കത്താണ്. പിന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഇത് കാണിച്ചു തന്നത് കാണാം. അവിടുത്തെ മകള് സൈനബ് ബീവി റളിയല്ലാഹു അൻഹയോ അതല്ലെങ്കിൽ റുഖയ്യ റളിയല്ലാഹു അൻഹയോ വഫാത്തായ സമയത്ത് അവിടുന്ന് കുളിപ്പിക്കുന്ന സ്വഹാബിയത്തുകളായ വനിതകളോട് പറഞ്ഞ്, നിങ്ങളവരെ കുളിപ്പിക്കണം. കുളിപ്പിച്ചെല്ലാം കഴിഞ്ഞ് ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ
കഫൻ ചെയ്യുന്ന സമയത്ത് എന്നെ നിങ്ങൾ അറിയിക്കണം. അങ്ങനെ കഫൻ ചെയ്യുന്ന സമയത്ത് അറിയിച്ചു. അപ്പോൾ നബി തങ്ങൾ എന്ത് ചെയ്തു? താൻ ധരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു തുണി എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ട് അവരെ തുണിയായി ഉടുപ്പിക്കണം. മാഷാ അല്ലാഹ്, നോക്കണം നിങ്ങൾ. തൻ്റെ മകൾക്ക് താൻ ധരിച്ചിരുന്ന തുണി കൊടുക്കുകയാണ് കഫൻ ചെയ്യുന്ന സമയത്ത് തുണിയായി ധരിപ്പിക്കാൻ വേണ്ടി. എന്താ അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്? ബറക്കത്താണ്. അവർക്കൊന്നതിൻ്റെ ആവശ്യമില്ല, എന്നിട്ട് പോലും ഉമ്മത്തിനെ പഠിപ്പിക്കാനാണ് സ്വാലിഹീങ്ങളുടെ അസറുകൾ, അവരുടെ എന്ത് ശേഷിപ്പുകൾക്കും ബറക്കത്തുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചെയ്തൊരു സംഭവം ഇമാം ദഹബിയൊക്കെ ഉദ്ധരിച്ചത് കാണാം. ഇബ്നു ഔൻ തങ്ങൾ പറയാണ്, ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു കൂടെയായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ പോകുമ്പം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയാണ്, വലിയ മഹാനാണ്. പ്രായം കൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ കൂടുതലുള്ള ആളാണ്. പക്ഷേ ബഹുമാനപ്പെട്ടവർ പറയാണ്, ഹസൻ റളിയല്ലാഹു അൻഹു അരിനി യുഖബ്ബിലു മിൻക ഹൈസു റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം യുഖബ്ബിൽ. ഓ ഹസൻ തങ്ങളെ, നിങ്ങളെ നബി തങ്ങൾ ചുംബിക്കുന്ന ആ വയറുണ്ടല്ലോ, ആ വയറൊന്ന് എനിക്ക് കാണിച്ചു തരൂ, ഞാനൊന്ന് മുത്തം കൊടുക്കട്ടെ. മാഷാ അല്ലാഹ്, എന്താ ചെയ്യാം. നോക്കൂ നിങ്ങൾ, ആരാണിത്? ഹസൻ റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ കുട്ടിക്കാലത്തായിരുന്ന സമയത്ത് നമ്മൾ ചെറിയ കുട്ടികളുടെ അടുത്ത് മുത്തം കൊടുക്കും, പൊക്കിളിൻ്റെ ഭാഗത്തൊക്കെ. ആ മുത്തം കൊടുത്ത സ്ഥലം എനിക്കൊന്ന് കാണിച്ചു തരൂ. നബി തങ്ങൾ വഫാത്തായിപ്പോയി. അതിൻ്റെ ശേഷം ഹസൻ റളിയല്ലാഹു അൻഹു വലിയ മനുഷ്യനായി മാറി, എത്രയോ പ്രാവശ്യം കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും നബി മഹാനവറുകൾ ഹസൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ ആ ഖമീസ് ഉയർത്തിക്കൊടുത്തു. അങ്ങനെ ഫഖബ്ബല സുറത്തഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പൊക്കിളിന് മുത്തം കൊടുത്തു. മാഷാ അല്ലാഹ്. അപ്പോൾ ഏതോ കാലത്ത് നബി തങ്ങളുടെ ചുംബനം കിട്ടിയ സ്ഥലത്ത് ഇന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുത്തം കൊടുത്ത് ബറക്കത്തെടുക്കുകയാണ്. അങ്ങനെ എത്രയോ സംഭവങ്ങൾ കാണാം. മഹാനായ അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ലൈസ് റളിയല്ലാഹു തആല എന്ന് പറയണം, ഞങ്ങളിങ്ങനെ മഹാനായ അബൂ ദാവൂദ് സിജിസ്താനി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ദർസിൽ പങ്കെടുക്കുമ്പോൾ, വലിയ മുഹദ്ദിസാണ്, വലിയ മഹാനാണ്. അങ്ങനെ ആ സമയത്ത് ദർസ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് സഹലുത്തു സത്തരി റളിയല്ലാഹു അൻഹു, ഔലിയാക്കൽപ്പെട്ട വലിയ മഹാനാണ്, അവർ കടന്നു വന്നു. അപ്പോൾ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു, ഇതാ നിങ്ങളെ കാണാൻ വേണ്ടി സഹലുത്തു സത്തരി വന്നിട്ടുണ്ട്. സഹലുത്തു സത്തരിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, വലിയ മഹാനാണ്, വലിയാണെന്നൊക്കെ. ഉസ്താദ് അവരെ സ്വീകരിച്ചു, ഇരുത്തി, തൻ്റെ അടുത്തിരുത്തി. സഹലുത്തു സത്തരി തങ്ങൾ പറഞ്ഞു, യാ അബാ ദാവൂദ് ലി ഇലൈക ഹാജ, എനിക്ക് നിങ്ങളോടൊരു ചെറിയ കാര്യം പറയാൻ ഒരാവശ്യമുണ്ട്. മാഹിയ, എന്താണത്? അതെന്താന്ന് പറഞ്ഞെങ്കിലല്ലേ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്തു തരാം. അപ്പോൾ ബഹുമാനപ്പെട്ട സഹലുത്തു സത്തരി റളിയല്ലാഹു അൻഹു പറയാണ്, അഖ്രിജ് ഇലയ്യ ലിസാനക്കല്ലദീ തുഹദ്ദിസു ബിഹി ഹദീസ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഹത്താ ഉഖബ്ബില. അല്ലാഹ്. ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് തങ്ങൾ അവർകളെ, നിങ്ങളുടെ നാവൊന്ന് എനിക്ക് നീട്ടിത്തരിക. എന്താ ഈ നാവിൻ്റെ പ്രത്യേകത? നിങ്ങളതുകൊണ്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസ് പറയാൻ ഉപയോഗിക്കുന്ന നാവല്ലേ, ആ നാവൊന്ന് എനിക്ക് നീട്ടിത്തരിക. ഹത്താ ഉഖബ്ബിലു, ഞാൻ ആ നാവിനൊന്ന് മുത്തം കൊടുക്കട്ടെ, അതിനൊന്ന് ചുംബിക്കട്ടെ ഞാൻ. ഫഅഖ്റജ ഇലൈഹി ലിസാനഹു ഫഖബ്ബല. വലിയ ഹദീസ് പണ്ഡിതനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ഹിജ്റ 200-കളിൽ ജീവിച്ച് വഫാത്തായ മഹാനാണ്. അവിടെ ശിർക്കോ കുഫറോ തെറ്റോ കുറ്റമോ ഒന്നും മഹാനുകൾ കാണുന്നില്ല. സഹലുത്തു സത്തരി റളിയല്ലാഹു അൻഹുവിന് തൻ്റെ നാവ് നീട്ടിക്കൊടുക്കുന്നു. ഫഖബ്ബലഹു, എമ്പാടും അതിനെ മുത്തി. ആര്? ബഹുമാനപ്പെട്ട സഹലുത്തു സത്തരി തങ്ങൾ. നോക്കണം നിങ്ങൾ, ഇതാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നിയ്യത്തനുസരിച്ച് ഈ നമ്മൾ ഇഹ്റാമിലായി ധരിച്ച പരിശുദ്ധ മക്കയിൽ ഇരുന്ന വിശുദ്ധ കഅബാലയത്തിനെ സ്പർശിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ ഉപയോഗിച്ച വസ്ത്രങ്ങൾ, ഇതിലൊക്കെ എന്തുണ്ട്? ബറക്കത്തുണ്ട്.
അപ്പോൾ ആ നെയ്യത്തിൽ ഒരാൾ അത് സൂക്ഷിക്കുകയാണ്, അതിൽ എനിക്ക് ബറക്കത്ത് കിട്ടും. ആ നല്ല നെയ്യത്തോടുകൂടി റസൂലുള്ളാഹിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസം കലർന്ന ആ ഇഹ്റാമിൻ്റെ വസ്ത്രം അതിൻ്റെ കഫൻ തുണിയിൽ വെച്ചാൽ അതെനിക്ക് ബറക്കത്തുള്ളതാവും എന്നൊക്കെ നെയ്യത്ത് വെച്ച് ചെയ്താൽ അവർക്കത് കിട്ടും. അതിനെ തള്ളിപ്പറയുകയും നിഷേധിക്കുകയൊക്കെ ചെയ്യുന്നവർക്കത് കിട്ടില്ല. അതാണ് അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല സ്വാലിഹീങ്ങളുടെ ബറക്കത്തൊക്കെ ലഭിക്കുന്ന സജ്ജനങ്ങളെ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ഒന്നുമില്ലെങ്കിൽ അതിനെ ഒന്നും നിഷേധിക്കാത്ത, തള്ളിപ്പറയാത്ത, നിസ്സാരമാക്കാത്ത ആളുകളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ. അത്തരം ആദരവുകളൊക്കെ ഉണ്ടെന്നും അത്തരം ബഹുമാനങ്ങളൊക്കെ ഉണ്ടെന്നും ബറക്കത്തുണ്ടെന്നും വിശ്വസിക്കുന്ന സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.